ബി.ജെ.പി. പണം തൂത്തെറിയുകയാണ്. പണമെറിഞ്ഞ് നേതാക്കന്മാരെ ചാക്കിട്ടു പിടിക്കാനും ബി.ജെ.പിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ ചില കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 2022-23 ബി.ജെ.പിക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ലഭിച്ചത് ഏകദേശം 1300 കോടി രൂപയെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് ഇതേ കാലയളവിൽ ലഭിച്ചതിനേക്കാൾ 7 ഇരട്ടി കൂടുതലാണിത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ബി.ജെ.പിയുടെ മൊത്തം സംഭാവന 2120 കോടി രൂപയായിരുന്നു. അതിൽ 61% ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നുണ്ട്. 21-22 സാമ്പത്തിക വർഷത്തിൽ പാർട്ടിയുടെ മൊത്തം സംഭാവനകൾ 1775 കോടി രൂപയായിരുന്നു. 2021-22 സാമ്പത്തിക വർഷത്തിൽ 1917 കോടി രൂപയായിരുന്ന പാർട്ടിയുടെ മൊത്തം വരുമാനം 22-23 2360.8 കോടി രൂപയായി ഉയർന്നു. അതേസമയം 2021-22 സാമ്പത്തിക വർഷത്തിൽ 236 കോടി രൂപയായിരുന്ന ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്ന് കോൺഗ്രസിന് 171 കോടി രൂപ ലഭിച്ചു. ബി.ജെ.പിയും കോൺഗ്രസും അംഗീകൃത ദേശീയ പാർട്ടികളാണ്. അംഗീകൃത സംസ്ഥാന പാർട്ടിയായ സമാജ്വാദി പാർട്ടി 21-22 ഇലക്ട്രൽ ബോണ്ടുകൾ വഴി 3.2 കോടി രൂപ സമാഹരിച്ചിരുന്നു. എന്നാൽ 2022-23 ഈ ബോണ്ടുകളിൽ നിന്ന് എസ്.പിക്ക് സംഭാവനകളൊന്നും ലഭിച്ചില്ല. മറ്റൊരു സംസ്ഥാന അംഗീകൃത പാർട്ടിയായ ടി.ഡി.പി 2022-23 ഇലക്ട്രൽ ബോണ്ടുകൾ വഴി 34 കോടി രൂപ സമ്പാദിച്ചു. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 10 മടങ്ങാണ് ടി.ഡി.പിക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി വർദ്ധിച്ചത്. 2021-22 135 കോടി രൂപയായിരുന്ന ബി.ജെ.പി. കഴിഞ്ഞ സാമ്പത്തിക വർഷം പലിശ ഇനത്തിൽ 237 കോടി രൂപ സമ്പാദിച്ചു. തെരഞ്ഞെടുപ്പിനും പൊതുപ്രചരണത്തിനും ഉള്ള മൊത്തം ചെലവിൽ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഉപയോഗത്തിനായി ബി.ജെ.പി. നൽകിയത് 78.2 കോടി രൂപയാണ്. ഇത് 2021-22 117.4 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. 2021-22 146.4 കോടി രൂപയിൽ നിന്ന് 76.5 കോടി രൂപയും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തിക സഹായമായി നൽകി. മൊത്തം പേയ്മെന്റുകൾ എന്ന തലക്കെട്ടിലാണ് പാർട്ടി ഈ സഹായം കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ബി.ജെ.പിക്ക് മറ്റു പാർട്ടികളെക്കാൾ ഇരട്ടിയിലധികം തുകയാണ് ലഭിക്കാറുള്ളത്. ഈ പണം ഉപയോഗിച്ച് തന്നെയാണ് ബി.ജെ.പി. വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നത്.